ഇ.ഡി. ഉദ്യോഗസ്ഥൻ പ്രതിയായ കോഴക്കേസിൽ പിടിയിലായ ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്ത് വാര്യരുടെ ഡയറിയിൽ നിർണായകമായ തെളിവുകൾ. വിജിലൻസ് പിടിച്ചെടുത്ത ഡയറിയിൽ ഇ.ഡി. സമൻസ് ലഭിച്ച നിരവധി പേരുടെ പേരുകൾ കണ്ടെത്തിയിരിക്കുന്നു. തട്ടിപ്പിന് ഇരയാക്കേണ്ട ആളുകളെ തിരഞ്ഞെടുക്കുന്നത് രഞ്ജിത്ത് എന്ന വിലയിരുത്തലിലാണ് അന്വേഷണ സംഘം. ഇ.ഡി. ഉദ്യോഗസ്ഥൻ പ്രതിയായ കോഴക്കേസിന് പിന്നാലെ വിജിലൻസ് ഓഫീസിലേക്ക് പരാതിയുടെ പ്രവാഹവും തുടരുകയാണ്. വിഷ്ണു സുരേഷ് കൂടുതൽ വിവരങ്ങൾ നൽകും. പറയൂ വിഷ്ണു. ഗുഡ് മോർണിംഗ്. ഈ രഞ്ജിത്ത് ഒരു സ്വകാര്യ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. അയാൾക്ക് എങ്ങനെയാണ് ഇ.ഡി. സമൻസ് നൽകിയ ആളുകളുടെ വിവരങ്ങൾ ലഭിച്ചത് എന്നുള്ളതാണ് വിജിലൻസിനെ ആകെ അമ്പരപ്പിക്കുന്നത്. ഇയാളുടെ ഡയറി കഴിഞ്ഞ ദിവസം ഓഫീസിൽ നിന്ന് പരിശോധിച്ചപ്പോൾ ലഭിച്ചിരുന്നു. ആ ഡയറിയിൽ ഉടനീളം ഈ സമൻസ് നൽകിയ ഇ.ഡി. സമൻസ് നൽകിയ ആളുകളുടെ, വ്യവസായികളുടെ അടക്കം പേരുകളുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു വ്യവസായികളുടെയും പേരുകളുണ്ട്. ഇ.ഡിയുടെ ഒരു വിലയിരുത്തൽ ഇങ്ങനെയാണ്, അതായത് വിജിലൻസിന്റെ ഒരു വിലയിരുത്തൽ ഇങ്ങനെയാണ്: ഈ ഇ.ഡി. കേസിൽപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉള്ള ആളുകളെ തെരഞ്ഞു പിടിക്കുന്ന ആൾ ഈ രഞ്ജിത്ത് എന്നാണ്. അയാൾ വഴി വിൽസനും അതോടൊപ്പം തന്നെ മുകേഷും ഈ കേസിലേക്ക് കണക്റ്റഡ് ആയി എന്നാണ് വിജിലൻസിന്റെ ഒരു പ്രാഥമിക നിഗമനം. 3 പേരെയും ഇപ്പോൾ വിജിലൻസ് ചോദ്യം ചെയ്തു വരികയാണ്. ഇവർ 3 പേരിൽ നിന്ന് കൂടുതൽ മൊഴികളും തെളിവുകളും ലഭിച്ച ശേഷം മാത്രം ഈ കേസിലെ ഒന്നാം പ്രതിയായ ഇ.ഡി. ഉദ്യോഗസ്ഥൻ ശേഖർ കുമാറിനെ വിളിച്ചു വരുത്താം എന്നാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഈ 3 പേർക്ക്, അതായത് ഇന്നലെ ഈ പരാതിക്കാരന്റെ മൊഴി വന്നത് ഇതിൽ മുകേഷിനെ ഇയാൾ ഇ.ഡി. ഓഫീസിൽ വെച്ച് കണ്ടു എന്നാണ്. മുകേഷ് ഒരു ഹവാല കേസ് പ്രതിയാണ്. ഈ ഹവാല കേസ് പ്രതിക്കൊക്കെ എങ്ങനെയാണ് ഇ.ഡി. ഓഫീസിൽ കയറി ഇറങ്ങാൻ പറ്റുന്നതെന്ന ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇ.ഡി. അയക്കുന്ന സമൻസ് വളരെ രഹസ്യ സ്വഭാവമുള്ളതാണ്. ആ സമൻസിന്റെ ദിവസവും അതിന്റെ സമയവും ഒക്കെ കൃത്യമായി ഇവർക്ക് എങ്ങനെ അറിയാൻ സാധിക്കുന്നു? അപ്പോൾ ഇ.ഡിക്ക് അകത്തുനിന്ന് ഒരു സഹായം ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. അത് ഏത് രീതിയിൽ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. അത് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് വിജിലൻസ് ഉള്ളത്. ആ തെളിവുകൾ, അതായത് കൃത്യമായ ക്രിസ്റ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശേഖരനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തതോടെ ഇതിലൊരു കൂടുതൽ വിശദാംശങ്ങളൊക്കെ പുറത്തു വരുമെന്നാണ് വിജിലൻസിന്റെ വിലയിരുത്തൽ. ഒപ്പം ഈ കേസിന് പിന്നാലെ വിജിലൻസ് ഓഫീസിലേക്ക് നിരവധി പരാതികളാണ് ഇ.ഡിയുമായി ബന്ധപ്പെട്ട് വരുന്നത്. രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട ഏജൻസി, അഴിമതിയും കോഴയും ഒക്കെ തടയാനുള്ള ഒരു ഏജൻസിയാണ്. ആ ഏജൻസിക്കെതിരെ ഇത്തരത്തിൽ സെറ്റിൽമെന്റ് നടത്തുന്ന ഒരു ഏജൻസി എന്ന രീതിയിലേക്ക് മാറുന്നു. പരാതി പറയാൻ വിളിക്കുന്നവർ പറയുന്ന 2 കോടിയിലധികം രൂപ കേസ് സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടി ചോദിക്കുന്നു എന്നാണ്. എന്നാൽ ഇൻ റിട്ടേൺ കംപ്ലൈന്റ് നൽകാൻ ആരും തയ്യാറാകുന്നില്ല. കാരണം അവരൊക്കെ ഈ വ്യവസായികളാണ് കൂടുതൽ പരാതികൾ പറയുന്നത്. ഏതെങ്കിലും തരത്തിൽ അക്കൗണ്ടുകളൊക്കെ ഫ്രീസ് ചെയ്യപ്പെട്ടാൽ പിന്നീട് മുന്നോട്ട് പോകാനുള്ള അവർ വലിയ പ്രതിസന്ധിയിലാകും. അങ്ങനെ ഒരു ആശങ്ക അവർക്കുണ്ട്. പക്ഷേ വിജിലൻസ് പരമാവധി ഇവരുടെ മൊഴിയൊക്കെ രേഖപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഈ കേസ് ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് പുറത്തു കൊണ്ടുവരിക്കുന്നത്. ഇ.ഡിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ, അല്ലെങ്കിൽ ഇ.ഡിയിൽ നടക്കുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.